ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സ്രാവ് അച്ചാറാണ്. ഉണക്ക സ്രാവാണിത്. ഇത് 1 കിലോ ഉണക്കസ്രാവ് കഴുകി അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അത് നമ്മൾ അച്ചാറാക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ഇതെനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ സ്രാവ് വറുത്ത് കോരിയെടുക്കണം. സ്രാവ് നന്നായിട്ട് വേറെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഒന്നും ഇടണ്ട, വെറും സ്രാവ് മാത്രം വറുത്ത് കോരിയെടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. നമ്മൾ സ്രാവ് വൃത്തിയാക്കി എടുക്കാനും അത് മുറിക്കാനുള്ള ഒരു പാട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും വളരെ ഈസിയാണ് കേട്ടോ. ഇത് വറുത്ത് കോരി എടുത്തതിന് ശേഷം അതേ വെളിച്ചെണ്ണ തന്നെ കുറച്ച് ഉലുവയും, ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കടുവും അതിനകത്തേക്ക് ഇടണം കേട്ടോ. അപ്പോൾ കടുവും ഒന്ന് പൊട്ടിയതിന് ശേഷം പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചത് കേട്ടോ, അതും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം. ആദ്യം ഇഞ്ചി ഇടുന്നത്, പിന്നെ വെളുത്തുള്ളി, എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത ശേഷം അതിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടണം. എരിവുള്ളതാണെങ്കിൽ നല്ലോണം ഇടണ്ട, ഇതിപ്പോൾ എരിവില്ലാത്തതാണ്, അതുകൊണ്ട് കുറച്ച് നല്ലോണം, കുറച്ച് ഭയങ്കരമായിട്ടൊന്നുമില്ല, ഞാൻ കുറച്ച് അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഉണക്കസ്രാവും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പിന്നെ ഇത് കുറച്ചൊരു ലൂസായിട്ടാണ് ഉണ്ടാവുക, കാരണം ഇത് ഒന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചൊരു കട്ടി, നമ്മുടെ ഒരു അച്ചാറിൻ്റെ ഒരു കട്ടി ആ ഒരു പരുവത്തിലേക്ക് ആയിക്കോളും. പിന്നെ അതൊന്ന് കുറച്ചൊന്ന് തിളച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് അതിനകത്ത് ഉലുവപ്പൊടിയും കൂടെ അമ്മ ഇടുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.